ഇല്ല, ഞാൻ പറഞ്ഞത് അതിൽ കടുത്ത നിരാശയുണ്ട്. ഷോക്കൊന്നുമില്ല, അത്ഭുതങ്ങളൊന്നുമില്ല. കേരളത്തിൻ്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഇത്തരം കേസുകളിൽ സ്ഥിരമായിട്ട് സംഭവിക്കാറുള്ളത് പോലെ തന്നെ അതിജീവിതമാരെ തോൽപ്പിക്കാൻ പ്രബലരായിട്ടുള്ള ആൾക്കാരാണ് പ്രതിസ്ഥാനത്തെങ്കിൽ സംഭവിക്കാറുള്ളത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെട്ടു. സാധാരണ അതല്ലാത്ത എന്തെങ്കിലും ഈ കേസിലെങ്കിലും ഉണ്ടാവും. കാരണം ഇതിന് നല്ല പബ്ലിക് സപ്പോർട്ട് ഉണ്ടായിരുന്നു, മീഡിയ മുഴുവൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഐസ്ക്രീം പാർലർ കേസാണെങ്കിലും ഫ്രാങ്കോൻ്റെ കേസാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പ്രബലരായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ അനിവാര്യമായിട്ടും സംഭവിക്കേണ്ടത് എന്താണോ അത് തന്നെ ഈ കേസിലും സംഭവിച്ചു. സമൂഹ മാധ്യമത്തിലടക്കം ഈ കമന്റ്സ് ആയിട്ട് വരുന്നത് പണത്തിന് മീതെ വ്യാപകമൊന്നുമില്ല എന്നുള്ള അടക്കമുള്ള കമന്റ്സുകളാണ് വരുന്നത്. അങ്ങനെ ആ ഒരു രീതിയിലാണോ കാണുന്നത്? എന്നല്ല, ഞാൻ നമ്മൾ മനസ്സിലാക്കിയത്, ഞാൻ ഇതിൻ്റെ അകത്ത് അഡ്വക്കേറ്റ് മിനി വിചാരണ സമയത്തൊക്കെ ഡീറ്റെയിൽസ് സംസാരിക്കാറുണ്ട്. അതൊക്കെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള തെളിവുകളാണ് എന്നായിരുന്നു എൻ്റെ മനസ്സിലാക്കൽ. ഇനിയിപ്പോൾ 12-ാം തീയതി ഈ വിധി പ്രസ്താവം കണ്ടിട്ട് വേണം എന്താണ്, എവിടെയാണ് തെറ്റിപ്പോയത്, എന്തായിരുന്നു തെളിവുകളുടെ അഭാവം, അതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അത് നോക്കിയിട്ട് മാത്രമേ അതിനെപ്പറ്റി നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആ പറഞ്ഞ തെളിവുകളൊക്കെ മതിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് പോരാ എന്ന് തോന്നിയെങ്കിൽ അത് ഈ കേസിൽ മാത്രമല്ല, ഐസ്ക്രീം പാർലർ കേസിലും തെളിവുകളൊക്കെ നമ്മുടെ മുമ്പിൽ കയ്യിലുണ്ടായിരുന്നു. ആ കേസുകളൊക്കെ മതി ഒരാളെ ചുരുങ്ങിയ പക്ഷം ഇൻട്രോഗേഷൻ നടത്താനെങ്കിലും എന്ന് വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻറ്ററോഗേഷൻ പോലും ആ കേസിൽ നടന്നിട്ടില്ല. ഇതിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് അന്ന് സർക്കാർ കാണിച്ച ഒരു ഇച്ഛാശക്തിയായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം അതല്ല ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള കേസുകളിലൊന്നും അതിൻ്റെ ഒന്നും രീതി അങ്ങനെ ആയിരുന്നില്ല. സർക്കാർ തന്നെ ഇപ്പോൾ വീണ്ടും മുകൾ കോടതിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് വലിയ പ്രതീക്ഷയിലാണോ? ഞാൻ അതല്ല ആലോചിച്ചത്. ഒരു സർവൈവറിന് 50 കൊല്ലത്തോളം ഈ നടത്തിയ എക്സോസ്റ്റീവായിട്ടുള്ള ഒരു ജേണി ഉണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ അവരോട് പറയുന്നത് ഇനിയും ആ യാത്ര പൊരുതൽ തുടരാനാണ്. പക്ഷെ പോസിറ്റീവാണ്, കാരണം സർക്കാർ അത് എപ്പീൽ പോവാം എന്നാണ് പറഞ്ഞത് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു ആയുസ്സിൽ എത്ര കാലമാണ് ഒരു നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതേ ആൾ ഇതേ ജേണി ഇനിയും ആ ട്രെയിൽ തുടരണമല്ലോ എന്നാലോചിക്കുമ്പം അതാ നേരത്തെ പറഞ്ഞ നിരാശയും നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവുന്നതുമൊക്കെ അതുകൊണ്ടാണ്. ഇന്നലെ രാത്രി മെസ്സേജ് ചെയ്തിരുന്നു, ഇന്ന് വിധിക്ക് ശേഷം സംസാരിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടല്ല. ഐസ്ക്രീം പാർലർ കേസിൻ്റെ വിധി വരുമ്പം കോടതി പ്രമിസിനകത്ത് തന്നെ ലഡു വിതരണം ഉണ്ടായിരുന്നു. അവിടെ ഈ വിഷറി പോലെ 500 രൂപ നോട്ട് വെച്ചുകൊണ്ട് ഗാന്ധിപ്പാപ്പ അമർ രഹേ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാഴ്ചകൾ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ നിരാശയാണ് പറഞ്ഞത്, ഈ വിധിയുടെ ഒരു നിരാശയല്ല. ഒരേ പാറ്റേൺ തന്നെ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും അത് തന്നെ ആവർത്തിക്കപ്പെടുന്നല്ലോ. നമ്മൾ വളരെ കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ WCC മുന്നോട്ട് വെച്ചിരുന്നു, സർക്കാർ കൂടെ നിന്നിരുന്നു, ഒരു കോൺക്ലേവ് വരെ നടന്നിരുന്നു. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അന്നത്തെ ഐസ്ക്രീം പാർലർ കേസ് മുതൽ ഒരു എന്താ പറയുക ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നിരാശ എന്ന് പറയാൻ കാരണം. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും പുറത്ത് നിർത്തിയതായിട്ട് എൻ്റെ ബോധ്യത്തിൽ അങ്ങനെയില്ല. അദ്ദേഹം അകത്ത് തന്നെയായിരുന്നു. പ്രധാനപ്പെട്ട ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ പെരുമാറേണ്ടതായ ആർട്ടിസ്റ്റുകളും റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ തന്നെ പരസ്യ പ്രസ്താവന പോലെ അദ്ദേഹത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്യമായിട്ട് വരിക, അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു സമയത്ത് പുറത്ത് നിർത്തപ്പെട്ട ഒരാളെ പിന്നെ എല്ലാം തെളിഞ്ഞ് അഗ്നിശുദ്ധി വരുത്തി അകത്ത് കയറുന്നു എന്നൊരു തോന്നൽ എനിക്കില്ല. അദ്ദേഹം ജയിലിലായപ്പോൾ പോലും മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലേഴ്സ് മുഴുവൻ അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കാണുകയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലിപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അത്രയല്ലേ ഉള്ളൂ. കാരണം നീതി കിട്ടുന്നത് വരെ
ഇതിപ്പോൾ ഇനിയും ആവർത്തിക്കും എന്നുള്ളതാണ്. ഈ കോൺക്ലേവ് കൊണ്ട് പിന്നെ എല്ലാവരും പരിഹാസത്തോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ന് നടത്തുന്ന ഒരു അസോൾട്ടിന് ഇന്ന് വൈകുന്നേരം രാത്രിയാവുന്നതിന് മുമ്പേ തന്നെ പരാതി കൊടുത്ത ഒരാളുടെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് 10 കൊല്ലം മുന്നേ ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് തെളിവ് വെച്ചിട്ടാണ് നമ്മൾ കോടതിയിൽ പോകേണ്ടത്? അത് സാധിക്കുകയില്ല. അത് നടക്കാത്തൊരു കാര്യമാണ്.